നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതൊരു സത്യമാണ്. സംഭവിക്കില്ല. ഇനി സംഭവിച്ചു പോയാ മാഡത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായി എന്നും ഞാനുണ്ടാവും. ഏട്ടാ പോവാം, സമയം ഒരുപാടായി. അത് കൊള്ളാലോ, പോകാന്നോ? കാപ്പി കുടിക്കുന്നില്ലേ നീ? എനിക്ക് കാപ്പി ഒന്നും വേണ്ട, ഏട്ടൻ വേഗം ഒന്ന് വാ. സുന്ദരി മേഡം ആള് പങ്ക്ചലാ. തോന്നുമ്പോ ചെന്ന് കേറിയാലേ മേഡം മുഖം കറുത്ത് വല്ലതും പറയും. ആദ്യം തന്നെ അത് വിഷമാവും. അതെ, ഇന്നിനി എത്ര വൈകിയാലും ശരി, ഇന്നിനി ഓഫീസിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഞാൻ വിടില്ല. അതല്ലേ ഏട്ടാ, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാ. നോക്കില്ലതേ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ടാണല്ലോ അതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നേ. അത് കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ട ഏട്ടാ. ഏട്ടൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. രാവിലെ എഴുന്നേറ്റ് ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് കഴിക്കാനാ. നീ ഇത് കഴിച്ചിട്ട് പോയാ മതി. അതെ, ഞാൻ വായി വെച്ച് തരാം. വാ തുറന്നേ. ഈ ഏട്ടന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു.
അതെ, ആ, എന്നെ കാരണം എന്റെ ഭാര്യ തോക്കുകയാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. വാ തുറന്നേ, തുറക്ക്. ഏട്ടാ മതി എനിക്ക്. ആകെ 2 അപ്പം എടുത്തു വച്ചുള്ളൂ. അത് മുഴുവൻ കഴിക്കാതെ നീ ഓഫീസിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. കഴിച്ചേ പറ്റൂ. വാർന്ന 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 തുറക്ക് തുറക്ക് തുറക്ക്. ആ പിള്ളേരെ സ്കൂളിൽ വിടാൻ നേരം അമ്മമാര് പുറകെ നടന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഈ ഏട്ടൻ. അതെ, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നീ ഒരാളല്ലേ ഉള്ളൂ. ദേ, ഇതുപോലെ വാരിക്കൊടുത്ത് വളർത്താൻ നമുക്കൊരു സന്താനത്തെ ദൈവം തന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോളുടെ പിറകെ നടന്ന് ഞാനിങ്ങനെ കഴിപ്പിക്കും. പവർന്നേ. ഇങ്ങെടുത്തേ, ഞാൻ കഴിച്ചോളാം. വിഷമിക്കല്ലേ നീ. ദാ, ഇതുകൂടി കഴിക്കും. പവർന്നേ. അത് വിട്ടേക്ക്. ഞാൻ അറിയാതെ പറഞ്ഞതാ, സോറി. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാമേ. നീ കഴിക്കും. ഏട്ടാ ഒന്ന് വേഗം വാ, സമയം പോയി. സമയമൊന്നും പോയിട്ടില്ല. നീ എന്നും ഇറങ്ങുന്ന സമയം പോലും ആയില്ല. എന്നും ഇറങ്ങുന്ന പോലെയാണോ ഇന്ന്? സുന്ദരി മാഡം കറക്റ്റ് സമയത്തിനെത്തും. ഇപ്പൊ തന്നെ മാഡം ഓഫീസിൽ എത്തിക്കാണും. അതാ എന്റെ പേടി. സുന്ദരി മേടം എത്തിയെങ്കിൽ തന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എന്റെ ഏട്ടാ, കളക്ടർ എത്തിയാലും കളക്ടർ ഓഫീസിലെ സ്റ്റാഫ് എത്തിയില്ല എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമാണോ? സുന്ദരി മാഡത്തിന്റെ പ്രത്യേക ഓർഡറാ ഓഫീസ് ടൈം കൃത്യമായി പാലിക്കണമെന്ന്. ഇന്ന് മിക്കവാറും എനിക്ക് വഴക്ക് കിട്ടും. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കില്ലതേ. ഞാനിവിടെ ജീവനോടെ ഇരിക്കുകയല്ലേ. ഒരു സുന്ദരി മേടം നിന്നെ വഴക്ക് പറയാൻ പോകുന്നില്ല. ഓ പിന്നെ, ഞാൻ മുരുകന്റെ ഭാര്യ, അതുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ പാടില്ലെന്ന് സുന്ദരി മാഡത്തിനോട് പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇന്ന് നിന്റെ കൂടെ സുന്ദരി മേഡത്തിന്റെ മുമ്പിലേക്ക് ഞാനും വരും. എന്തിന്? ആദ്യമേ തന്നെ മേഡത്തിനോട് കാര്യം പറഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്റെ ഭാര്യയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെ അയക്കാൻ പറ്റില്ല. ചിലപ്പോ അതിന്റെ പേരിലൊന്ന് വൈകിയെന്നിരിക്കും. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം. എന്താ, ഞാൻ വന്ന് പറയാം? അയ്യടാ, ഇതങ്ങോട്ട് ചെന്ന് പറഞ്ഞാ മതി. അപ്പൊ മാഡം ഒരു കാര്യം പറയും. എന്ത്? എങ്കി പിന്നെ ഭാര്യ ജോലിക്ക് പോകുമ്പോ ഭർത്താവും കുടുങ്ങി പോരാൻ പറയും. ഉച്ചയ്ക്ക് വന്നിരുന്ന ചോറും കൂടി ഉരുട്ടിക്കൊടുത്തിട്ട് പോയാ മതി എന്ന് ഉപദേശിക്കും. അത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞല്ലേ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും രാവിലെ തന്നെ കൊണ്ടുപോണ്ട, നല്ല ചൂടോടുകൂടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുതരാന്ന്.